ഹലോ ഗായ്സ്. സോ പാർട്ട് 2-ലെ ആക്ടിവിറ്റി റേഷ്യോസിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ് ലാസ്റ്റ് ബേസിക് ആയിട്ട് നോക്കിവിട്ടത്. ഇന്ന് അത് കൂടാതെ ഇച്ചിരി ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പം സ്റ്റേ വിത്ത് മീ, നമുക്കിത് തീർത്തിട്ട് ആക്ടിവിറ്റി റേഷ്യോ ഇന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ. സോ ആക്ടിവിറ്റി റേഷ്യോ, നേരത്തെ ആക്ടിവിറ്റി റേഷ്യോ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഒന്നുകൂടെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് തന്നേക്കാം. എന്താണ് നമ്മൾ മേടിച്ച് സ്റ്റോർ ചെയ്യുന്നൊരു ഇൻവെൻട്രി എത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് അടുത്ത ഇൻവെൻട്രി വരുന്നൊരു ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇത് മെഷേഴ്സ് ഹൗ മെനി ടൈംസ് എ കമ്പനി സെയിൽസ് ആൻഡ് റീപ്ലേസസ് ഇസ് ഇൻവെൻട്രി വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം. സോ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് നല്ല കൂടിയിരിക്കുന്ന റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, നമുക്ക് നല്ലൊരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡുണ്ട്. അതേപോലെ നെഗറ്റീവ് ആണെങ്കിൽ എന്താ, റേഷ്യോ കുറവാണെങ്കിൽ എന്താണ് പറഞ്ഞതെന്നോ, റേഷ്യോ കുറവാണെങ്കിൽ ഇതേ രീതിയിൽ നേരെ വീക്കാണ്, നമ്മുടെ ഡിമാൻഡ് സ്ലോ മൂവിങ് ആയിരിക്കും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഫോർമുലയും പറഞ്ഞത് നേരത്തെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. അതേപോലെ ഇൻവെൻട്രി ഇതിനകത്തും മറ്റേ ATR പോലെ ഡേയ്സ് ഉണ്ട്, ഡേയ്സ് എത്ര ദിവസം കൊണ്ടാണ് ഇൻവെൻട്രി ടേൺ ഓവർ ആകുന്നതെന്ന്. ഡേ സെയിൽസ് ഇൻ ഇൻവെൻട്രിന്നോ ഇൻവെൻട്രി കൺവേർഷനോ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഇത് എന്ത് ചെയ്യും, 365 ഡിവൈഡഡ് ബൈ ITR എന്നാണെന്ന് വെച്ചാൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്നാണ് ഇതിൻ്റെ ഫോർമുല. നമുക്ക് ചെയ്ത് നോക്കാം, 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഇതെന്താണെന്ന് ITR ഇൻവെൻട്രി ടേൺ ഓവർ എന്താണെന്ന് പറഞ്ഞു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്ന് പറഞ്ഞു തന്നില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അപ്പം ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി അല്ലേ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിന് വേണ്ടിയുള്ള ചിലവും കൊണ്ടുവന്നുകൊണ്ട് ലാസ്റ്റ് വിൽക്കാൻ വേണ്ടിയുള്ള ചിലവ് വരത്തില്ലേ, ആ ഒരു ഇതിനാണ് ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്യുന്നൊരു കോസ്റ്റാണ് എന്താണ്. ഇപ്പോൾ പറയുവാണെങ്കിൽ ഇസ് എ ക്രൂഷ്യൽ മെട്രിക്സ് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് റെപ്രസെൻറ്റിംഗ് ദ ഡയറക്റ്റ് കോസ്റ്റ് ആട്രിബ്യൂട്ടഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഗുഡ്സ് സോൾഡ് ബൈ എ കമ്പനി ഡ്യൂറിങ് എ സ്പെസിഫിക് പീരിയഡ്. ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ലേബർ യൂസ് ടു ക്രിയേറ്റ് ദ പ്രോഡക്റ്റ്. ദ ബേസിക് ഫോർമുല, ഇപ്പോൾ COGS ഇപ്പോൾ 2 COGS നമുക്ക് വരുന്നുണ്ട് എന്ന് വെച്ചാൽ, ഇൻ ദ സെൻസ് COGS ഒരു നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നൊരു കേസിലും നമ്മൾ മാനുഫാക്ചർ ചെയ്തൊരു ഫിനിഷ്ഡ് ഗുഡ് നമ്മൾ വിൽക്കുന്നൊരു കേസിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം. ഈ ഒരു കേസിൽ നമ്മൾ എന്താണ്, ഒരു ഫിനിഷ്ഡ് ഗുഡ് വാങ്ങുകയോ വിൽക്കുകയും ചെയ്യുവാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു ഫിനിഷ്ഡ് ആയ ഒരു ഫോൺ നമ്മുടെ സ്റ്റോറിൽ കൊണ്ടുപോയി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ആയ പ്രോഡക്റ്റ് എവിടെയെങ്കിലും മേടിച്ചിട്ട് നമ്മൾ വാങ്ങുകയോ വിൽക്കുകയും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ COGS എങ്ങനെ കാണുമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ COGS കാണുന്നത് എങ്ങനെയുണ്ടോ, COGS ബിഗിനിങ് ഇൻവെൻട്രി പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിങ് ഇൻവെൻട്രി, ഓപ്പണിംഗ് പ്ലസ് പർച്ചേസസ്, ഇതിൻ്റെ കൂടെ നമുക്കൊരു സാധനം കൂടെ കൂട്ടാം, പ്ലസ് ഈ ഫ്രൈറ്റ് ചാർജസ് ഒക്കെ ഇല്ലേ, ഫ്രൈറ്റ് ഇൻവേർട്ട് ക്യാരേജ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചാർജസ് കാര്യങ്ങളൊക്കെ, അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഫ്രൈറ്റ് ചാർജസ്. അപ്പം ബിഗിനിങ് ഇൻവെൻട്രി പ്ലസ് പർച്ചേസസ് പ്ലസ് ഫ്രൈറ്റ് മൈനസ് ക്ലോസിംഗ് ആണ് എന്ത് കേസിൽ ക്വസ്റ്റ്യൻ എടുത്തു പറയും. മാനുഫാക്ചർ ആണെങ്കിൽ ഇതല്ല കേട്ടോ, ഇത് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് ഗുഡ് സെല് ചെയ്യുന്നൊരു കമ്പനിയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. ആൻഡ് ഫോർ മാനുഫാക്ചറിങ് ബിസിനസ് ദ ഫോർമുല ഈസ് മോർ ഡീറ്റെയിൽ, ഓഫൺ ഇൻവോൾവിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്, COGM. മറ്റേത് COGS എന്ന് വരും, ഇത് COGM എന്ന് വരാം, COGM എന്ന് വരും. ഇതിൻ്റെ ഫോർമുല എന്താണ്, ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് മൈനസ് എൻഡിങ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതിൽ വ്യത്യാസം ഈ മാത്രമേ ഉള്ളൂ, നമ്മളവിടെ പർച്ചേസസ് ആഡ് ചെയ്യുന്നതിൻ്റെ പകരം COGM വരുന്നു. ആ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ഫിനിഷ് ഗുഡ്സ് ആയതുകൊണ്ട് പർച്ചേസ് ആഡ് ചെയ്തു, മറ്റേത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എന്താണ് മാനുഫാക്ചറിങ് വന്നത്, COGM വന്നത്. ഇതാണ് COGM. ഓക്കെ, COGM. ഇനി ഒരു 2-3 ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് നോക്കാം, അപ്പോൾ ഇച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, COGS അല്ലേ, COGS കണ്ടുപിടിക്കാൻ പറയുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല മാനുഫാക്ചറിങ് ആണോ എന്താണെന്ന്. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് അല്ലെന്ന് തന്നെ അസ്യൂം ചെയ്യും, ഡേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും ഇത് മാനുഫാക്ചറിങ് അല്ല. മാനുഫാക്ചർ ആയിരുന്നെങ്കിൽ ഒന്നിൽ COGM തന്നേനെ അല്ലേ. ഈ കേസിൽ COGM തന്നിട്ടുണ്ടോ നോക്കിയേ, തന്നിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ ഇതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം അല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഫോർമുല എന്തായിരുന്നു, ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ എന്തായിരുന്നു, ഓപ്പണിംഗ് അല്ലേ, ഓപ്പണിംഗ് ഇൻവെൻട്രി
പ്ലസ് പർച്ചേസസ് പ്ലസ് ഫ്രൈറ്റ് ചാർജസ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർട്ട് ചാർജസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ക്ലോസിങ് ഇൻവെൻട്രി അല്ലേ, ക്ലോസിങ് ഇൻവെൻട്രി. ഈ കേസിൽ എത്ര വരും? കൂട്ടിക്കേ. ഓപ്പണിംഗ് എത്ര ഉണ്ട്? 50,000 പ്ലസ് പർച്ചേസസ് 200,000 വന്നു. ഫ്രൈറ്റ് ചാർജസ് ഈ ക്വസ്റ്റ്യനിലില്ല. ചില ക്വസ്റ്റ്യൻസ് ഫ്രൈറ്റ് ചാർജസ് ഒക്കെ വരും. ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നേരെ ക്ലോസിങ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ക്ലോസിങ് മാത്രം ഇട്ടാൽ മതി. ക്ലോസിങ് എത്രയാണ്? 40. അപ്പോൾ എത്ര വന്നു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? 250 മൈനസ് ഇത്. അപ്പോൾ $210 ആണ് നമ്മുടെ എന്തായിട്ട് വന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് വന്നത്. എന്ത് ചെയ്തു നമ്മൾ ഇതിനകത്ത്? നമ്മൾ എന്ത് ചെയ്തു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഓപ്പണിംഗ് ഇൻവെൻട്രീൻ്റെ കൂടെ പർച്ചേസസ് കൂട്ടി, അതിൻ്റെ കൂടെ ഫ്രൈറ്റ് ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? നേരെ അത് കുറയ്ക്കുക. എന്ത്? ക്ലോസിങ് ഇൻവെൻട്രി കുറയ്ക്കുക, അല്ലെങ്കിൽ ക്ലോസിങ് സ്റ്റോക്ക് കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? COGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. മൂവിങ് ഫോർവേഡ്, മുന്നോട്ട് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ സ്മോൾ ബിസിനസ്. ഇതിനകത്താണ് COGS തന്നെയാണ് കാണാൻ പറഞ്ഞത്. ഇതിലും COGS തന്നെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന പോലെ എപ്പോഴും പറയാണ്, ഒന്നുകൂടെ പറയാണ്, ലാസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ വേണ്ടതെന്ന് നോക്കുക, എന്താണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്ന പോലെ ആവും. ഈ ഒരു കേസിൽ COGS ഫോർമുല നേരെ എഴുതുക. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് അല്ലേ, പർച്ചേസസ് പ്ലസ് ഫ്രൈറ്റ് ചാർജസ് പ്ലസ് മൈനസ് എന്താണ്? മൈനസ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഓപ്പണിംഗ് തന്നിട്ടുണ്ട് അല്ലേ, ഡയറക്റ്റ് ചെയ്തു. ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. പർച്ചേസ് ഗ്രോസ് പർച്ചേസാണ്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുമ്പോൾ നെറ്റ് എടുക്കാവുള്ളൂ, നെറ്റ് ഫിഗേഴ്സ് എടുക്കാവുള്ളൂ, നെറ്റ് ഫിഗേഴ്സ്. ഈ ഒരു കേസിൽ നെറ്റ് പർച്ചേസ് നമുക്ക് തന്നിട്ടില്ല. അപ്പം നെറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഗ്രോസ് 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ കുറയ്ക്കാൻ വേണ്ടി വല്ല റിട്ടേൺസോ ഇല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ. ആണ്ടെ, ഒരെണ്ണം വന്നിട്ടുണ്ട്. ഒരു പർച്ചേസ് റിട്ടേൺ വന്നിട്ടുണ്ട് അല്ലേ. ഒരു പർച്ചേസ് ചെയ്ത് നമ്മൾ റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇനി അത്രയും കൊടുക്കണ്ട, മൈനസ് ആ ഒരു 5,000 അത്രയും കുറച്ച് കൊടുത്താൽ മതി. 145. അപ്പോൾ ഇതാണ് നെറ്റ് പർച്ചേസസ് വരുന്നത്, 145,000. ഇതിൻ്റെ കൂടെ ഫ്രൈറ്റ് ചാർജസ് എത്രയാണ്? ഈ ക്വസ്റ്റ്യനിൽ ഫ്രൈറ്റ് ഓർ ക്യാരേജ് ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. ഇൻവേർഡ് ആണെങ്കിൽ, ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മേടിച്ചത് ഇൻവേർഡ് ചാർജസ്. ഒരു സാധനം നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചാർജ്. ഔട്ട്വേർഡ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജ്, ഔട്ട്വേർഡ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക. ഇനി ഇതെന്താണ്? ഫ്രൈറ്റ് ചാർജസ് ആയി. വേറെ എന്താണ്? ഇനി പിന്നെ ക്ലോസിങ്, ലാസ്റ്റ് ക്ലോസിങ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം അതേ സ്പീഡിൽ തന്നെ നമ്മൾ ചെയ്തു തീർക്കും. എത്രയാണ്? 25 പ്ലസ് 142 അല്ലേ. 142 ആണ് വന്നത്. ഒന്നുകൂടെ നോക്കട്ടെ. 147 പ്ലസ് 25 മൈനസ് 30. അതെ, 142 തന്നെ. $142. ഇതാണ് നമ്മുടെ COGS വരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആകില്ല. COGMും COGSും രണ്ടാണ്. അത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് ചോദിക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിച്ചു തന്നോ. ഇതാണ് നമ്മുടെ എന്താണ് COGS വന്നത്. ഓക്കെ, ഇതൊരു മൾട്ടിപ്പിൾ, ഇതാണ് എന്താണ്, ഇത് ഇച്ചിരി മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നമുക്ക് നോക്കാം ഇതെന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ റവന്യൂ ഫ്രം നമുക്ക് ചോദിച്ചിരിക്കുന്ന COGS ചോദിച്ചിട്ടുണ്ട്, ITR അല്ലേ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ചോദിച്ചിട്ടുണ്ട്, ഡേ സെയിൽസ് ഓഫ് ഇൻവെൻട്രി, എത്ര ദിവസം കൊണ്ടാണ് നമ്മുടെ ഇരിക്കുന്ന ഇൻവെൻട്രി മാറി 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 ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം മാറി 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 പോകുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ എത്ര ഡേയ്സ് എടുത്തിട്ടാണ് മാറി 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 പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഡേ സെയിൽസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് COGS വേണം അല്ലേ, കാരണം ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാണാനും COGS വേണം. ഇൻവെൻട്രി എന്താണ്? COGS ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ്, ഇതല്ലേ ആവറേജ് ഇൻവെൻട്രി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. COGS കാണണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെൻട്രി അല്ലേ.
ക്ലോസിങ് ഇൻവെൻട്രി. ഇനി എന്തൊക്കെ നമുക്ക് ഇവിടുന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. എന്തൊക്കെ കിട്ടും? ഓപ്പണിങ് കിട്ടി, 90 കിട്ടി, പ്ലസ് പർച്ചേസസ് എവിടെ നിന്ന് കിട്ടും? പർച്ചേസസ് കിട്ടുമോ? എവിടെ നിന്ന് കിട്ടും? ശരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഡേറ്റ, ഇപ്പോൾ പർച്ചേസ് ഡേറ്റ തന്നിട്ടില്ല അല്ലേ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയോ? ശ്രദ്ധിച്ച് കണ്ടോണം, ഇവിടെ ഇങ്ങോട്ട് വരാതിരിക്കട്ടെ. നമുക്കിവിടെ സെയിൽസ് തന്നിട്ടുണ്ട് 1.2 മില്യൺ. സെയിൽസ് മൈനസ് എന്തോ സാധനം ചെയ്യുമ്പോൾ, എന്താണ് സെയിൽസ് മൈനസ് എന്തോ സാധനം ചെയ്തപ്പം, എന്തോ സാധനം ചെയ്യുമ്പോഴല്ലേ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ? ആ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മതി. സെയിൽസ് മൈനസ് എന്തോ സാധനം ചെയ്തപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സാധനം എന്താണ് ഇവിടെയുള്ളത്? ഇവിടെയുള്ള സാധനത്തിൻ്റെ പേരാണ് COGS. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? ഇതിൽ നിന്ന് എത്ര രൂപ കുറച്ചാലാണ് ഇത് കിട്ടുന്നത്? അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. എത്ര വരും? 900 വരത്തില്ലേ? 900,000. ഇതിൽ നിന്ന് സെയിൽസിൽ നിന്ന് 1.2 മില്യൺ സെയിൽസിൽ നിന്ന് 900,000 നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ COGS ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചു. ഈ ഒരു കേസിൽ ഡയറക്റ്റ്ലി നമ്മൾ COGS കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യത്തെ ടിക്ക് ചെയ്തു, COGS ഡൺ. ഇനി രണ്ടാമത്തെ ITR. ITRൻ്റെ ഫോർമുല എന്താ? COGS ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? ആവറേജ് ഇൻവെൻട്രി. അറിയത്തില്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയേ, ആവറേജ് ഇൻവെൻട്രി. ഈ ഒരു കേസിൽ നമുക്ക് COGS ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിച്ചു. അതേപോലെ നമുക്ക് ഇൻവെൻട്രി തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്ലോസിങ് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലസ് 110 ഡിവൈഡഡ് ബൈ 2. ഇത് എത്ര വരും? 200. 9 ടൈംസ് അല്ലേ വരുന്നത്? ആൻസർ 9 ആണ്. 200 100, അപ്പം ശരിയാണ് 9 ടൈംസ്. മനസ്സിലായോ? 9 ടൈംസ് ആണ് നമ്മുടെ ഇൻവെൻട്രി ഒരു വർഷത്തിൽ ടേൺ ഓവർ ആകുന്നത് അല്ലേ? 9 ടൈംസ് ടേൺ ഓവർ ആകുന്നുണ്ട്. ഇനി എത്ര ദിവസം കൂടുമ്പോഴാണ്? വർഷത്തിൽ 9 ടൈംസ് ആണെന്ന് മനസ്സിലായി. എത്ര ദിവസം കൂടുമ്പോൾ ഈ 9 പ്രാവശ്യം വരുന്നത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഇതിപ്പോൾ നമ്മൾ പാർട്ട് B ഓഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി പാർട്ട് C നോക്കാം. ഡേയ്സ് സെയിൽസ് ഇൻ ഇൻവെൻട്രി. നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ എന്താണ്? എപ്പോഴും 365, ഒന്നും പറഞ്ഞില്ലെങ്കിൽ 365 ഡിവൈഡഡ് ബൈ ITR. ഈ ഒരു ഫോർമുല പഠിച്ച ഓർമ്മയുണ്ട് ചേരും മുന്നേ. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പോകണം. എങ്ങനെ അപ്ലൈ ചെയ്യും? നമുക്ക് കളർ മാറാം. ഒന്നിന് എത്ര നിറമുണ്ട് ഇവിടെ? ഓക്കെ, റെഡ് എടുക്കാം. 365 ഡിവൈഡഡ് ബൈ എത്രയാണ് ITR കിട്ടിയത്? 9. 365 ഡിവൈഡ് ബൈ എത്രയാണ്? 9 എത്രയാ? എല്ലാം 40.55 അല്ലേ? ഡേയ്സ് ആണേ. നമുക്കിതിനെ 41 ഡേയ്സ് എന്ന് ഇട്ടാലോ? അപ്പം 41 ഡേയ്സ്. ഈ 41 ഡേയ്സ് എന്താണെന്ന് മനസ്സിലായോ? എല്ലാ വർഷവും വർഷത്തിൽ എല്ലാ 41 ദിവസം കഴിയുമ്പോൾ നമ്മുടെ എന്ത് പറ്റും? നമ്മുടെ ഇൻവെൻട്രി ടേൺ ഓവർ ആവും. ഇൻവെൻട്രി പോവും അല്ലേ? ഇൻവെൻട്രി പോയി ആ ഒരു മേടിച്ചൊരു ഇൻവെൻട്രി പോകാൻ വേണ്ടി, അടുത്ത ഇൻവെൻട്രി വരാൻ വേണ്ടി എത്രയാണ്? 41 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. ഇൻവെൻട്രി ടേൺ ഓവർ ആകാൻ വേണ്ടി 41 ഡേയ്സ് എടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഡേ സെയിൽസ് ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രി പോകാൻ വേണ്ടി എത്ര ദിവസം എടുത്തു? 41 ഡേയ്സ്. ഈ ഒരു കേസിൽ 41 ഡേയ്സ്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് ഡയറക്റ്റ്ലി എന്ത് തന്നിട്ടുണ്ട്? ഇത് നിങ്ങൾ ആക്ച്വലി ഇത് ഹോംവർക്ക് ചെയ്തു. ഇത് ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്, അതുകൊണ്ട് ഹോംവർക്ക് തന്നെ ചെയ്തു. ഹോംവർക്ക് നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ഇല്ല, അതേ സെയിം പാറ്റേൺ, ഒരു വ്യത്യാസമില്ല. ഇച്ചിരി എളുപ്പമായെന്നുള്ളൂ. മറ്റേത് ഹോംവർക്ക് ആയിരുന്നല്ലേ? ഒപ്പില്ല. അതേപോലെ അടുത്ത വരുന്നതാണ് അക്കൗണ്ട്സ് പേയബിൾ. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് നോക്കിയ എന്താണ്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇതിന് മുന്നേ നോക്കിയ എന്തായിരുന്നു? അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. അക്കൗണ്ട് റിസീവബിളിനകത്ത് പറഞ്ഞത് എന്താ? നമ്മളൊരു വിറ്റ സാധനം അല്ലേ, ഒരാൾക്ക് ക്രെഡിറ്റ് ആയിട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കാവുന്നു തിരിച്ച് നമ്മുടെ ഈ ക്യാഷ് ആയിട്ട് വരാൻ, അല്ലെങ്കിൽ ഇതായിട്ട് വരാൻ, അക്കൗണ്ട് റിസീവബിൾ ആയിട്ട് വരാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ?
ഇനി ഈ റേഷ്യോ നോക്കുന്നത് എന്താ? ഈസ് എ ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി റേഷ്യോ ദാറ്റ് മെഷേഴ്സ് ഹൗ മെനി ടൈംസ് എ കമ്പനി പേസ് ഓഫ് ഇറ്റ് സപ്ലയർ ഡ്യൂറിങ് ഇത്. അക്കൗണ്ട്സ് പേയബിളിൻ്റെ അർത്ഥം എന്താ? സപ്ലയർ, നമ്മൾ കടം മേടിച്ചു അല്ലേ, ക്രെഡിറ്റിന് സാധനം മേടിച്ചു, അപ്പോൾ അവർക്ക് എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ അടച്ചടച്ച് വെട്ടുന്നത്, അവർക്ക് കിട്ടേണ്ട പൈസ എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എത്ര തവണയാണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ് ഈ ഒരു റേഷ്യോ. APTR, മറ്റേത് ARTR, ഇത് APTR, അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ. എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു കമ്പനീസ് എഫിഷ്യൻസി ഇൻ മാനേജിങ് ഇറ്റ്സ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് സപ്ലയർ. അല്ലേ, സമയത്ത് പൈസ കൊടുത്താലേ അവർ നമുക്ക് ഇനി പിന്നെയും സാധനം തരത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ ഡിഫക്റ്റീവോ അല്ലെങ്കിൽ സമയത്ത് നമുക്ക് കിട്ടത്തില്ല. ഗുഡ്സ് കിട്ടിയില്ലെങ്കിൽ കസ്റ്റമേഴ്സ് വഴിക്ക് പോകും അല്ലേ, പാട്ടും പാടി വേറെ അടുത്ത് പോയി വേറെ കിട്ടും. അപ്പോൾ ഈ ഒരു കേസിൽ അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ അല്ലേ, അതിൻ്റെ ഫോർമുല എന്താ? അക്കൗണ്ട്സ് റിസീവബിൾ. മറ്റേത് അക്കൗണ്ട് റിസീവബിൾ ആയിരുന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് മേളി വന്നു. ഇവിടെ എന്താ? അക്കൗണ്ട്സ് പേയബിൾ ആകുമ്പോഴത്തേക്ക് എന്ത് വരും? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് മേളി വരും. ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. നേരെ ഒന്നുമില്ല, മറ്റേ സെയിം സാധനം തന്നെ. ഇവിടെ പേയബിൾ, അക്കൗണ്ട്സ് പേയബിളും നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസും വരുന്നു മേളിൽ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ തന്നെ ആവറേജ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആവറേജ് എങ്ങനെയാണ് കാണുന്നത്. ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ ആലോചിച്ചാൽ മതി? പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ ആലോചിച്ചാൽ മതി. ഡേയ്സ് പർച്ചേസ് ഔട്ട്സ്റ്റാൻഡിങ്, നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ആലോചിച്ചാൽ മതി. ഡിഫേർഡ് പേയ്മെൻറ്റ്, നമുക്കിനി എത്ര ഇതല്ലേ, ഡിഫേർഡ് എന്ന് വെച്ചാൽ കൊടുക്കാനുള്ളതാണ്. അപ്പം അതിൻ്റെയും ഫോർമുല എന്താണ്? അതിൻ്റെ ഫോർമുല നേരത്തെ ഇതുപോലെ തന്നെ 365, ഇത് നോക്കണ്ട, 365 ഡിവൈഡഡ് ബൈ എന്താണ്? APTR. നിങ്ങൾ ചെയ്ത് നോക്കിയേ, APTR. ഓക്കെ, ഇത് എഴുതി വെച്ചേക്കുക, APTR. അപ്പം ദിസ് ടെൽസ് യു ദ ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് ഇറ്റ് ടേക്സ് എ കമ്പനി ടു പേ ഇറ്റ്സ് സപ്ലയേഴ്സ്. എത്ര ദിവസം എടുക്കും നമ്മളൊരു സപ്ലയറിന് പൈസ കൊടുക്കുക ഒരു വർഷം. മറ്റേ ടൈംസ് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നു. ഇനി എത്ര ദിവസം കൂടുമ്പോഴാണ് അവർക്ക് പൈസ കണ്ടുപിടിക്കണ്ടേ. അതിനാണ് ഡേയ്സ് പർച്ചേസ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഡിഫേർഡ് പീരീഡ് എന്നൊക്കെ പറയാം. ഇനി ഒരു കേസിൽ ഞാൻ ചില ക്വസ്റ്റ്യൻസിൽ കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഞാൻ അതുകൊണ്ടാണ് നോട്ടായിട്ട് ഇട്ടിരുന്നത്, നിങ്ങൾക്കൊരു ഹൈലൈറ്റ് ചെയ്തേക്കാം. യെസ്, ഇഫ് അക്കൗണ്ട്സ് പേയബിൾ ഓർ ആനുവൽ ക്രെഡിറ്റ് പർച്ചേസ് ഇസ് നോട്ട് ഗീവൺ, COGS ക്യാൻ ബി ടേക്കൺ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചിലപ്പോൾ അക്കൗണ്ട്സ് പേയബിളും തരത്തില്ല, ക്രെഡിറ്റ് പർച്ചേസും തരത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് എടുക്കണമെന്ന് അറിയത്തില്ല. ഏതിൻ്റെ ഈ ഫോർമുലയുടെ ഈ മേളത്തില്ല നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ള രീതിയിൽ അവിടെ എന്ത് എടുക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊന്നും തന്നിട്ടില്ലെങ്കിൽ COGS തന്നു കാണും. അപ്പോൾ ആ COGS വെച്ച് എടുത്താൽ മതി, അതും ആക്സെപ്റ്റഡ് ആണ്. അതാണ് ഫോളോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ COGS എടുക്കുക. ഇതൊന്ന് എഴുതി വെച്ചേക്കും, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഈ ഒരു കാര്യം കേട്ടോ. ചില ക്വസ്റ്റ്യൻസിൽ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും തെറ്റിക്കും ഇത്. അപ്പോൾ അത് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ മേടിക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഷിഫ് റീറ്റെയിലർ ലിമിറ്റഡ് ഹാസ് എ ഫോളോയിങ് ഫിഗേഴ്സ്. എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് വേണം, ഓക്കെ, ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ ചെയ്യാം, APTR ചെയ്യാം, ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് ചെയ്യാം, എല്ലാം നമുക്ക് ചെയ്താലോ? അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ്, ഇവിടെ പർച്ചേസ് എത്രയാണ് നോക്കട്ടെ ആദ്യം. പർച്ചേസ് വന്നിട്ട് എത്രയേ? പർച്ചേസ് വന്ന് എവളോ നെറ്റ് പർച്ചേസ് ആയിട്ട് നമുക്ക് എത്ര കിട്ടി? 1.5 മില്യൺ അല്ലേ. അപ്പം 1.5 മില്യൺ. ഇതിൻ്റെ കൂടെ ഓക്കെ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസാണ് വേണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ ടോട്ടൽ പർച്ചേസാണ്, ഇതിനകത്ത് ക്യാഷും ഉണ്ട് ഇതും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് മാത്രം മതി. അപ്പോൾ ക്യാഷ് ആദ്യം അങ്ങ് കളഞ്ഞേക്കാം. ക്യാഷ് കളഞ്ഞു, എത്ര കിട്ടി? 300 കളഞ്ഞു. 300 കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 1.2 മില്യൺ. ഇനി അത് കൂടാതെ എന്ത് പറ്റി? നമുക്ക് പർച്ചേസ് റിട്ടേണും വന്നു. പർച്ചേസ് റിട്ടേൺ വന്നില്ലേ? പർച്ചേസ് റിട്ടേണും കുറയ്ക്കണം, നെറ്റല്ലേ വേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി? 1.15 മില്യൺ അല്ലേ ഡോളേഴ്സ്. ഇതാണ് നമ്മുടെ എന്താണ് നെറ്റ്
ക്രെഡിറ്റ് പർച്ചേസസ് കിട്ടി. ആദ്യത്തെ ഒരു സാധനം കിട്ടി. ഇനി രണ്ടാമത് എന്താണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നത് അല്ലേ? അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചെയ്യണോ? ചെയ്തേക്കാം. ഓപ്പണിംഗ് എടുക്കുക, ക്ലോസിങ് എടുക്കുക, അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്യുക അല്ലേ? ആവറേജ് അല്ലേ? 2 ഐറ്റംസേ ഉള്ളൂ. ഇപ്പോൾ 2 ചെയ്താൽ എത്ര കിട്ടി? 260 130 അല്ലേ? 130 അതെ 260 ഡിവൈഡ് 130. അപ്പോൾ നമുക്ക് രണ്ടാമത്തെയും കിട്ടി, ആവറേജ് അക്കൗണ്ട്സ് പേയബിളും കിട്ടി. ആവറേജ് അക്കൗണ്ട്സ് പേയബിളും കിട്ടി. ഇനി എന്താണ്? അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? നമുക്ക് ബാക്കി വേണ്ട ഡേറ്റ കിട്ടിയില്ലേ? അപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ഞാൻ ഇതിന് തൊട്ട് APTR എന്നിരുന്നുള്ളേ. നിങ്ങൾ അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ആദ്യം 2 പ്രാവശ്യം അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ഷോർട്ട് ഫോം എഴുതാൻ നിൽക്കേണ്ട, ഫുൾ എഴുതിക്കോ ആദ്യത്തെ 2 പ്രാവശ്യത്തേക്ക്. കാരണം അത് പറഞ്ഞ് ശീലമായിക്കോളും. അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ അല്ലേ? അപ്പം ഇതിൻ്റെ ഫോമിൽ എന്തായിരുന്നു? അക്കൗണ്ട്സ് പേയബിൾ എന്തായിരുന്നു? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് അല്ലേ? പേയബിൾ അല്ലേ? അപ്പോൾ പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ. എങ്ങനെ വരും? കളർ മാറ്റട്ടെ, ബ്ലാക്ക് ഇടാം. ചെയ്യുമ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് എത്ര വന്നു? നമ്മൾ മേളിൽ കണ്ടുപിടിച്ച് 1.5 മില്യൺ വന്നു. ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ കണ്ടുപിടിച്ചിട്ടില്ലേ? ആവറേജ് അക്കൗണ്ട് നമ്മളല്ലേ ആദ്യം കണ്ടുപിടിച്ച്, എന്നെക്കാളും മുന്നേ നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ? അത് മതി. അപ്പം എത്ര വരും അതിൻ്റെ ആൻസർ? 8.846 അല്ലേ? ടൈംസ് അല്ലേ? ഇത്രയും ടൈംസ് ആണ് എന്നല്ലേ? ഇത്രയും ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു കേസിൽ ഇപ്പം നമ്മൾ രണ്ടാമത്തെയും കഴിഞ്ഞു, മൂന്നാമത്തെയും കഴിഞ്ഞു, ടൈംസ് ഇട്ടു അല്ലേ? 8.9 അല്ലെങ്കിൽ 9 റൗണ്ട് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഇത് തൽക്കാലത്ത് ഇങ്ങനെ നിൽക്കട്ടെ. നമുക്ക് റൗണ്ട് ചെയ്യുന്നതിന് മുന്നേ ഡിയും കൂടെ ചെയ്യാം. ഡി എന്താണ്? ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ്. DPO ഡേയ്സ് പേയബിൾ. ഇതിന് ഓരോരോ പേര് നമ്മൾ നേരത്തെ ഓരോരോ പേരിട്ടിരുന്നു, അതൊന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് ഫോർമുല എന്താ? 365 ഡിവൈഡ് ബൈ AR വന്നല്ലേ എൻ്റെ കയ്യിൽ നിന്ന്? APTR അല്ലേ? അപ്പോൾ എത്രയാണ്? 360 ഡിവൈഡ് ബൈ 8.846 ചെയ്ത് നോക്കി എത്ര വരുന്നുണ്ടെന്ന്? 40. ഇവിടെ വരെ എടുക്കട്ടെ, ഒരു മിനിറ്റ്. ആൻസർ എത്ര വന്നു? 41.26 ഡേയ്സ് മറക്കല്ലേ, മറ്റേത് ടൈംസ്, ഇത് ഡേയ്സുമാണ്. അപ്പം നെറ്റ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് ഈ ഡേയ്സ് എന്താ കാണിക്കുന്നത്? നമ്മൾ എത്ര ദിവസം വർഷത്തിൽ നമ്മൾ 8 അല്ലെങ്കിൽ 9 ടൈംസ്, 9 തവണ നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. 8 അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 9 തവണ നമ്മൾ അല്ലേ, 9 ടൈംസ് നമ്മളവർക്ക് പേയ്മെൻറ്റ് ഒരു വർഷത്തിൽ ചെയ്യുന്നുണ്ട്. ഇനി എത്ര ദിവസം കൂടുമ്പോഴാണ് ചെയ്യുമ്പോൾ എങ്ങനെ അറിയാം? 365 ഡിവൈഡ് ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ 40 ദിവസവും കൂടുമ്പോൾ അല്ലെങ്കിൽ 41 ദിവസം കൂടുമ്പോൾ 40.5 വരും, അല്ലെങ്കിൽ 41 വരും. അപ്പം നമുക്ക് റൗണ്ട് ആയിട്ട് 41 എടുക്കാം. 41 ഡേയ്സ്. എല്ലാ 41 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേയ്മെൻറ്റ് ചെയ്യും സപ്ലൈസിന്. ഇല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ്സും ഇതൊക്കെ പോകും അല്ലേ? അപ്പോൾ എല്ലാ 41 ദിവസം കഴിയുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്ലോസ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റൻസിനില്ല, നല്ലൊരു വ്യത്യാസം വരും. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് 40.5 വരുന്നുണ്ട്, 41 വരുന്നുണ്ട്, 42 അടുത്ത് വരുന്നുണ്ട്. അപ്പം ഒരിക്കലും ഓപ്ഷനിൽ 40, 42 ഒന്നും വരത്തില്ല. വരുമ്പോൾ ഒരു 35, 40, 42, 50, 60 അങ്ങനെയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ നിങ്ങൾക്ക് കൺഫ്യൂഷനും വരത്തില്ല. കറക്റ്റ് ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, മുന്നോട്ട് പോകാലോ. യെസ്, ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ. ഇതാണ് ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് വെച്ചത്. ഹോംവർക്കായിട്ട് ഇത് വെക്കണ്ട, ഇത് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് വേറെ ഹോംവർക്ക് വെക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ സീസണൽ സെയിൽസ് ഇൻകോർപ്പറേഷൻ വാണ്ട് ടു അസസ് ഇറ്റ്സ് പേയ്മെൻറ്റ് എഫിഷ്യൻസി ഫോർ ദ സെക്കൻഡ് ക്വാർട്ടർ. ഓക്കെ, അക്കൗണ്ട്സ് പേയബിൾ തന്നിട്ടുണ്ട്, ടോട്ടൽ അക്കൗണ്ട്സ് പേയബിൾ തന്നിട്ടുണ്ട്. ഓക്കെ ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ പർച്ചേസ് ഓഫ് ദ ക്വാർട്ടർ വന്നിട്ടുണ്ട്. ഇറ്റ് എസ്റ്റിമേറ്റ്സ് 20% ക്യാഷ് വെയർ മെയ്ഡ് ഇൻ
മെയ്ഡ് ഇൻ അല്ലേ പർച്ചേസസ് വെയർ മെയ്ഡ് ഇൻ ക്യാഷ്. എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ക്രെഡിറ്റ് പർച്ചേസസ്, അക്കൗണ്ട്സ് പേയബിൾ, DPO. ഓക്കെ ആണ്. ഈ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 91. നേരത്തെ നമ്മൾ 365 നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ക്വാർട്ടറിൽ പറയുമ്പോൾ എത്ര ഒരു വർഷം എത്ര ക്വാർട്ടർ ഉണ്ട്? 4 ക്വാർട്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ത് ചെയ്യും? 365 ÷ 4 എടുക്കും. എന്നിട്ട് ആ ഡേയ്സ് വെച്ച് നമ്മൾ ചെയ്യും. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ 91 പറഞ്ഞിട്ടുണ്ട്. ആൻഡ് D, if this quarter payment pattern continues, estimate the net credit. ഓക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണം അല്ലേ. ടോട്ടൽ പർച്ചേസ് ചെയ്യുന്ന ഒരു മിനിറ്റ്, യെസ്, റെഡ് ഉപയോഗിക്കാം. റെഡ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ക്രെഡിറ്റ് പർച്ചേസ് കാണാം അല്ലേ. ക്രെഡിറ്റ് പർച്ചേസ്, അപ്പം ഇതിൽ നിന്ന് 750 നമ്മുടെ ടോട്ടൽ പർച്ചേസ് അല്ലേ. 750 ടോട്ടൽ പർച്ചേസ് അല്ലേ. 750 20% ക്യാഷ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി 80% എത്രയാണ്? ക്രെഡിറ്റ് അല്ലേ. 750 80% എത്രയാ? കാൽക്കുലേറ്റർ 600K 600,000 അല്ലേ ഇതിൻ്റെ. അപ്പോൾ ഇത് വായിച്ചു, ഈ ഒരു ഏരിയ വായിച്ചു, ഇത് വായിച്ചു, നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? APTR ചെയ്യാനല്ലേ. APTR അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ചെയ്യാലോ. ചെയ്യുന്നത് എന്താ? 600 എന്താണ്? യെസ്, 600 ഓപ്പണിംഗ് ക്ലോസിംഗ് തന്നിട്ടുണ്ടല്ലോ. 90K ഓപ്പണിങ്ങും 110K ക്ലോസിങ്ങും തന്ന് /2 അടിച്ച് എത്ര കിട്ടി? 200 അല്ലേ. 100K ആയി. 100K നമ്മുടെ ഇത് കിട്ടി. അപ്പം 100K ആവറേജ് കിട്ടി. എത്ര കിട്ടി? 6 times. വർഷത്തിൽ 6 പ്രാവശ്യം നമ്മൾ അക്കൗണ്ട്സ് പേയബിളിന് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെന്ന്. അക്കൗണ്ട്സ് പേയബിൾസിന് എന്ന് വെച്ചാൽ നമ്മുടെ സപ്ലൈസിന്. ഇനി അടുത്തത് DPOയുടെ ഫോമിൽ എന്തായിരുന്നു? 365. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ക്വാർട്ടർലി ചെയ്യുന്നത് അല്ലേ. നമ്മൾ ക്വാർട്ടർലി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എത്ര എടുക്കും? 90 എടുക്കത്തുള്ളൂ. ഈ ഒരു കേസിൽ 91 / 6 എത്ര വരും? 91 / 6. എല്ലാം 15 അല്ലേ. ക്വാർട്ടർലി എല്ലാ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. DPO ഫോർ ദ ക്വാർട്ടർ. ഇഫ് ദിസ് ക്വാർട്ടർ പാറ്റേൺ കണ്ടിന്യൂസ്, എസ്റ്റിമേറ്റ് ദ ആനുവൽ ക്രെഡിറ്റ് പർച്ചേസസ് അല്ലേ. ആനുവൽ ക്രെഡിറ്റ് പർച്ചേസസ്. ഈ ഒരു ഇപ്പം നിങ്ങൾ വിട്ടേക്ക്. ഇത് വേറെ ഇതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് നമുക്കല്ലാതെ നമ്മൾ നോക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ വിട്ടേക്ക്. ഈ ഒരു ഏരിയ നമ്മൾ അടുത്തതിലോട്ട് എടുക്കുന്നുണ്ട്. ഒരു മിക്സ്ഡ് ഒക്കെ വരുമ്പോഴത്തേക്കും എടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ വിട്ടേക്ക്. അത് അറിയാതെ കയറി വന്നതാണ്. വിട്ടേക്ക്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു, അറിയാവുന്നവർക്ക് അത് ചെയ്യാമെങ്കിൽ ചെയ്തോ. നമ്മൾ ആ ഒരു ഏരിയ വിട്ടേക്ക്. നമ്മൾ ലാസ്റ്റ് നമ്മൾ എല്ലാം കൂടി ക്യുമുലേറ്റീവ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം 2 തിയറി ക്വസ്റ്റ്യൻസ്. ഈ ഒരു ഇത് ഹോംവർക്ക്, ഇതും തിയറി ഹോംവർക്കാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ. ഇത് രണ്ടും ഹോംവർക്കാണ്. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ച് നിങ്ങൾ തന്നെ ചെയ്യേണ്ട. നിങ്ങളുടെ എന്താണ് ഇത്ര നേരം നമ്മൾ അക്കൗണ്ട്സ് പേയ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചു, അതെന്താണ് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്? നമുക്ക് വായിച്ചു നോക്കാം ആദ്യം. The operating cycle represents the average number of days it takes for a company to convert its inventory from sales. അല്ലേ, ഇൻവെൻട്രി ഇൻടു ക്യാഷ് ഫ്രം സെയിൽസ്. ഒന്നുമില്ല, എന്താണ്? കമ്പനി ഇൻവെൻട്രി മേടിച്ചു, സെയിൽസ് നടത്തി, ക്യാഷ് കിട്ടി. ഈ ഒരു സമയം എത്രയാണെന്നാണ് ചോദിച്ചത്. എന്താണ്? കമ്പനി ഇൻവെൻട്രി, സെയിൽസ്, ക്യാഷ്. ഈ ഒരു സൈക്കിളിന് എത്ര നേരം എടുക്കും, എത്ര നാളെടുക്കും എന്ന് കണ്ടുപിടിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ റേഷ്യോ വെച്ച് പഠിച്ച് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എന്താണ്? നമ്മൾ ഇൻവെൻട്രി ARTR പഠിച്ച ഓർമ്മയുണ്ടോ? ARTR എന്നാൽ നമ്മൾ ഡേയ്സ് സെയിൽസ് ഇൻ എന്താണ് പഠിച്ചത്? ഡേയ്സ് സെയിൽസ് ഇൻ സെയിൽസ് പഠിച്ചില്ലേ? അപ്പോൾ അതിനകത്ത് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? എത്ര ദിവസം കൊണ്ടാണ് സെയിൽ നടന്നത്? ഇൻവെൻട്രി വെച്ച് സെയിൽ നടന്നില്ല, എത്ര ദിവസം കൊണ്ട് സെയിൽ കൺവേർട്ടായി ക്യാഷായി അല്ലേ? ആ ദിവസം പ്ലസ് ഡേയ്സ് സെയിൽ എന്താണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്? ഡേയ്സ് ഇൻവെൻട്രി ഔട്ട്സ്റ്റാൻഡിങ്, DIO.
മറ്റേ ITR തന്നെയാണ്. ITRൻ്റെ ഡേയ്സ് കാണുന്നത് തന്നെയാണ് ഡേയ്സ് ഇൻവെൻട്രി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് തന്നെ, DIO. വേറെ പേര് പറഞ്ഞ് നിങ്ങൾക്കൊന്ന് ഫെമിലാരിറ്റി തോന്നിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഡേയ്സ് ഇൻവെൻട്രി ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇൻവെൻട്രി മേടിച്ചു, ഇൻവെൻട്രി ടേൺ ഓവറായി, ഇൻവെൻട്രി ടേൺ ഓവറായി എന്തായി, സെയിൽസ് ടേൺ ഓവറായിട്ട് ഇൻവെൻട്രി ടേൺ ഓവറായി. ഇനി എന്ത് ചെയ്തു, സെയിൽ ചെയ്തു, സെയിൽ ക്യാഷ് ആയിട്ട് കിട്ടി. ഈ 2 പീരീഡും കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമുക്ക് പറഞ്ഞില്ലേ ഇത് ചെയ്ത് നോക്കാം, ഒന്ന് പറഞ്ഞു തരാം. ഇതുണ്ടോ, ഇറ്റ് എൻകംഫസസ് ദ ടൈം ഫ്രം അക്വയറിംഗ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽ ഏതിൻ്റെ കേസിലാണ്, മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ മാത്രം, അല്ലാത്ത എന്താ ഫിനിഷ് ഗുഡ്സ് ആയിരിക്കും. ടു സെല്ലിങ് ദോസ് ഗുഡ്സ് ആൻഡ് ദെൻ കളക്ടിങ് ദ ക്യാഷ് ഫ്രം ദ സെയിൽസ്. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇൻവെൻട്രി, സെയിൽസ്, ആ ക്യാഷ് കിട്ടാനുള്ള സമയം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു മെഷർ ദ ഡ്യൂറേഷൻ ദാറ്റ് ക്യാഷ് ഈസ് ടൈഡ് അപ്പ് ഇൻ കോർ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്. ഇനി ഇതിൻ്റെ ഫോർമുല എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, നമ്മുടെ നേരെ ARTR നമ്മൾ ഡേയ്സ് കാണത്തില്ലായിരുന്നോ. അപ്പോൾ ഡേയ്സ് സെയിൽസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ DSO. ഈ കേസിൽ DSO എന്ന് എടുക്കുക, ഡേയ്സ് സെയിൽസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് DSO പ്ലസ് ഡേയ്സ് ഇൻവെൻട്രി ഔട്ട്സ്റ്റാൻഡിങ്. നമ്മുടെ ഇൻവെൻട്രി ടേൺ ഓവർ ഇല്ലേ, ITRൻ്റെ ഡേയ്സ് കണ്ടുപിടിച്ചില്ലേ, എത്ര ദിവസം കൊണ്ട് ടേൺ ഓവർ ആകുന്നത്, ആ ഡേയും കൂടെ കൂട്ടണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഈ പേര് ഫാൻസിയൊക്കെ വിട്ടേക്ക്, ഈ 2 സാധനം കൂട്ടുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ITRൻ്റെ ഡേയ്സും ARTRൻ്റെ ഡേയ്സും കൂട്ടുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടി. ഈ ഫോമുല ഇത് ശരിക്കും ഇവിടെ ഒരു ഹാഷ് ഉണ്ടായിരുന്നു, വിട്ടേക്ക്. നിങ്ങൾ ഈ ഫോമുല നോക്കണ്ട. ഫോമുല നമുക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു കേസിൽ DSOൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അവിടെ കാണിക്കുന്നത് എന്തായിരുന്നു, 365 ഡിവൈഡഡ് ബൈ, ഇത് ഇൻവെൻട്രി അല്ലേ, DSO അല്ലേ, DIO അല്ലേ, ഓക്കെ. DIOയുടെ ഫോമുല എന്തായിരുന്നു, DIO എന്തായിരുന്നു, നേരെ നമ്മൾ എന്ത് ചെയ്യും, 365നെ മേളിലിട്ട് ഡിവൈഡഡ് ബൈ ITR ചെയ്യും അല്ലേ. ഈ ITR എന്തായിരുന്നു, COGSഉം താഴെ എന്തായിരുന്നു, ആവറേജ് ഇൻവെൻട്രി അല്ലേ. ആ ഒരു സെയിം സാധനം തന്നെയാണ്. ഇത് ഇച്ചിരി ടെക്നിക്കൽ, അപ്പം അത് വിട്ടേക്ക്. ഇപ്പോൾ ഈ ഒരു ഫോമുല ഫോളോ ചെയ്താൽ മതി. അതേപോലെ DSO എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡേ സെയിൽസ്. ARTRൻ്റെ ഡേയ്സ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, 365 ഡിവൈഡഡ് ബൈ ARTR അല്ലെങ്കിൽ അല്ലേ, ഇതിനെ ആവറേജ് കളക്ഷൻ പീരീഡ് എന്നൊക്കെ വിളിക്കും. ARTR എങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്, മേളിൽ എന്ത് വരും, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ. നമ്മൾ പഠിച്ചില്ല ചേരും മുന്നേ, ഇതേ ഉള്ളൂ. ഈ 2 സാധനം കൂടെ നമ്മൾ എന്ത് ചെയ്തു, കൂട്ടി. DIOയും DSOയും കൂടെ കൂട്ടി എന്ത് വന്നു, ഓപ്പറേറ്റിംഗ് സൈക്കിൾ വന്നു. ഒരു ചെറിയ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ടാകുന്നതായിരിക്കും നല്ലത്, അതോ വലിയ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉള്ളതായിരിക്കും നല്ലത്? ഒന്ന് ആലോചിച്ച് വയ്ക്കുക, ഏതായിരിക്കും നമുക്ക് നല്ലത്? അപ്പോൾ എപ്പോഴും ഏറ്റവും ചെറിയല്ലേ ആലോചിച്ച് നോക്കുക. ഇൻവെൻട്രി കുറേ നാൾ ഇരിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്ക്. പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിലോ ചീത്തയായി പോകും. അല്ലേ ഇൻവെൻട്രി കുറേ നാളിരുന്ന് കഴിഞ്ഞാൽ എന്താ ഇത് കാണുക, ആൾക്കും വേണ്ടെന്ന് അതിൻ്റെ അർത്ഥം, ഇല്ലെങ്കിൽ ചീത്തയായിപ്പോൾ നമുക്കാ നഷ്ടം. അപ്പോൾ ലോങ് ആയി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ലോങ് ഇൻവെൻട്രി കുറേ നാളിരുന്നു, നമ്മൾ സെയിൽ എങ്ങനെയോ കഷ്ടപ്പെട്ട് സെയിൽസ് നടത്തിയിട്ട് എന്താ പൈസ കിട്ടുന്നില്ല, അവിടെ ടേൺ ഓവർ ആകുന്നില്ല, അല്ലേ ARTR ടേൺ ഓവർ ആകുന്നില്ല, ടൈംസിൽ കുറവായിരിക്കും. എന്താ സംഭവം, നമ്മൾ സാധനം വിറ്റു, അവിടെ ബാഡ് ഡെപ്റ്റേഴ്സ് ഉണ്ടായി, നമ്മൾ അവരുമായിട്ട് വലിയ ഫോളോ അപ്പ് ചെയ്യുന്നില്ല, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴത്തേക്കും എന്താ പിന്നെയും ഇത് പിന്നെയും വലിയതായി, നമുക്ക് പൈസ കിട്ടത്തില്ല, കമ്പനി അടച്ചുവിട്ടി പോകേണ്ടി വരും. പക്ഷേ കറക്റ്റ് ഒരു നല്ലൊരു കമ്പനി ആണെങ്കിൽ ഏറ്റവും ചെറിയ ഷോർട്ടർ ഓപ്പറേറ്റിംഗ് സൈക്കിളുള്ള നല്ലത്. നമ്മൾ ഇങ്ങനെയാണ് ഗോഡൗണിലോട്ട് സാധനം ഇറക്കി അപ്പോൾ തന്നെ വിറ്റുപോയി, ആ വിറ്റ് സെയിൽ നടന്നിട്ട് അപ്പോൾ തന്നെ അയാൾ ഒരു 2-3 ദിവസം നമുക്ക് പൈസ തന്നു, ഇല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് പൈസ തന്നു. ഷോർട്ടസ്റ്റ് അല്ലേ, ഇതല്ലേ ഏറ്റവും നല്ലത്. അപ്പം എപ്പോഴും ഓപ്പറേറ്റിംഗ് സൈക്കിള് ഷോർട്ടസ്റ്റ് ആകുന്നതാണ് ഈസ് ജനറലി ഗുഡ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ കമ്പനി ഈസ് ക്വിക്ലി കൺവേർട്ടിംഗ് ഇറ്റ്സ് ഇൻവെൻട്രി ഇൻ ടു സെയിൽസ് ആൻഡ് കളക്ടിംഗ് ക്യാഷ് ഫ്രം ദ സെയിൽസ്, റിഫ്ലക്റ്റിംഗ് ആൻ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ലോങ് ആണെങ്കിൽ എന്താ, ലോങ് മൈറ്റ് സജസ്റ്റ് ഇൻഎഫിഷ്യൻസി ഇൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, സ്ലോ മൂവിങ്, നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്, ബ്ലാ അതേ ഉള്ളൂ. ഇതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഇനി ഇച്ചൂടെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പഠിക്കുന്നതാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. എന്താണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ അഥവാ നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ? ഇതിനകത്തൊന്നുമില്ല, നമ്മൾ നേരത്തെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പഠിച്ചില്ല, എന്താ ഇത് ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ കൂടെ ഒരു സാധനം കൂടെ കൂട്ടുന്നു, പക്ഷെ അത് മൈനസ് ചെയ്യണം. എന്താണെന്നറിയോ, അക്കൗണ്ട്സ് പേയബിൾ. അപ്പോൾ വായിച്ച് നമുക്ക് അപ്പം എന്താണെന്ന് പറഞ്ഞുതരാം.
ദ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഓൾസോ നോൺ ആസ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഓർ ക്യാഷ് ടു ക്യാഷ്, ഈ അതർ നെയിംസ് ഒക്കെ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് എഴുതി വെച്ചേക്കണം. Takes the operating cycle a step further by incorporating the time a company takes to pay its suppliers. ഇതിനകത്ത് എന്താ അറിയോ, നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കേണ്ട ഒരു സമയമില്ല. ഇപ്പോൾ നമ്മൾ ഗുഡ്സ് മേടിച്ചെന്ന് പറഞ്ഞു, ഗുഡ്സ് മേടിക്കുന്ന സപ്ലയേഴ്സിന് പൈസ കൊടുക്കണ്ടേ, ആ ഒരു ഫാക്ടറും കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സപ്ലയേഴ്സിന് കൊടുക്കുന്ന പൈസ എത്ര ദിവസത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇറ്റ് മെഷേഴ്സ് ദ ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് എ കമ്പനീസ് ക്യാഷ് ഈസ് ടൈഡ് അപ്പ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ from the time it pays for raw material until it receives cash. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഇൻവെൻട്രി അല്ലേ, ഇൻവെൻട്രി എന്ത് ചെയ്തു, സെയിൽ നടത്തി എന്തായി, ക്യാഷായി അല്ലേ, സെയിൽ നടത്തി ക്യാഷായി എന്ന് പറഞ്ഞു. ഇൻവെൻട്രി അല്ലേ, പെട്ടിയൊക്കെ കുറച്ചേക്കാം, പെട്ടി കുറച്ച്. ഓക്കെ, ഇനി ഈ ഇൻവെൻട്രി വരുന്നതിന് മുന്നേ ഒരു കഥയില്ലേ. ഇൻവെൻട്രി വന്ന എങ്ങനെയാണ്, സപ്ലയറുമായിട്ട് നമ്മൾ കോൺട്രാക്ട് ചെയ്തു, റോ മെറ്റീരിയൽസ് വന്നു അല്ലേ. ഈ ഒരു ടൈമിനാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഒരു ടൈം എന്ത് ചെയ്യുന്നു, ഈ ഒരു ടൈമിൽ നിന്ന് കുറയ്ക്കുന്നു. മാത്തമാറ്റിക്കലി അതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇറ്റ് മെഷേഴ്സ് ദ ആവറേജ് നമ്പർ ഓഫ് ഡേയ്സ് എ കമ്പനീസ് ക്യാഷ് ഇസ് ടൈഡ് അപ്പ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ ഫ്രം ദ ടൈം ഇറ്റ് പേസ്. കാരണം ഈ ഒരു പൈസ എന്താണ്, നമ്മൾ ഈ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യാൻ കാരണം എന്താ അറിയോ, നമ്മൾ റോ മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടി പൈസ കൊടുത്തു, ആ ഒരു പൈസയാണ് കേട്ടോ ക്യാഷ് എന്ന് പറഞ്ഞത്. പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ആ പൈസ എപ്പോഴാണ് തിരിച്ച് കിട്ടുന്നത്, എപ്പോഴാണ് തിരിച്ച് കിട്ടത്തുള്ളൂ, നമ്മൾ സെയിൽ നടക്കുമ്പോഴല്ലേ തിരിച്ച് കിട്ടത്തുള്ളൂ. സെയിൽ നടത്ത് ക്യാഷായി കിട്ടത്തുള്ളൂ അല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി, സപ്ലയറിന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി. ഇനി ആ പൈസ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഗോഡൗണിലോട്ട് നമ്മൾ എടുത്തു വെച്ച് ഗോഡൗണിൽ നിന്ന് സെയിൽ നടത്തി കഴിഞ്ഞാൽ അവിടുന്ന് പൈസ കിട്ടി, ആ ഒരു സമയമില്ലേ, ആ ഒരു ഇത് ഓപ്പറേറ്റിംഗ് സൈക്കിളിനേക്കാൾ ഇച്ചും കൂടെ വലുതായിട്ടാണ്, ഒരു ബ്രോഡ് വ്യൂ ആണിത്, ബ്രോഡുള്ള വൈഡർ വ്യൂ. അപ്പം the key difference from operating cycle is the inclusion of accounts payable. By delaying payments to the supplier, a company can efficiently finance part of its inventory and receivables using credit supplier, thus shortening the actual time it's on cash it is tied up. എന്ന് വെച്ചാൽ ഇതിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ അറിയോ, നമ്മളൊരു മുന്നോട്ടൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൊക്കെ ആകുമ്പോൾ നമ്മളോട് ചോദിക്കും എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാം. സപ്ലയേഴ്സിനെ നമുക്കൊന്ന് ചവിട്ടാം. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് പീരീഡ് കാണുമല്ലോ. അപ്പം ഒരു 30 ദിവസം ക്രെഡിറ്റ് പീരീഡ് ഉണ്ടെന്ന് വെച്ചോ. ക്രെഡിറ്റ് പീരീഡ് അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്നൊരു ദിവസമാണ്, ഇന്ന് 1 ആണെന്ന് വെച്ചോ. ഞാൻ സപ്ലയറിനെ ഒന്ന് മേടിച്ചു അല്ലേ, സപ്ലയറിനെ ഗുഡ്സ് മേടിച്ചു. എനിക്ക് ഇന്ന് തന്നെ പൈസ കൊടുക്കണ്ട, പുള്ളിയായിട്ട് ഞാൻ ഒരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തൊരു 30 ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി. അപ്പം എന്ത് വേണമെന്ന്, പുള്ളി എനിക്ക് ഗുഡ്സ് തന്നു, ഒരു 100 ബോക്സ് ഓഫ് എന്ത് കമ്മോഡിറ്റി ആയിക്കോട്ടെ. ഞാൻ ഈ 100 ബോക്സും കൊണ്ട് വിറ്റു. എനിക്ക് 30 ദിവസത്തിനുള്ള ഇത് പുള്ളി പറഞ്ഞ ആ പീരീഡിനുള്ളിൽ തന്നെ ഞാൻ കൺവേർട്ട് ചെയ്ത് ക്യാഷാക്കി. ഒരു 10 ദിവസം 15 ദിവസത്തിൽ ഞാൻ ക്യാഷാക്കി, ബാക്കിയും കിടക്കുമല്ലേ. അപ്പം ആ ഒരു എഫിഷ്യൻറ്റ് മാനേജ്മെൻ്റ് എന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് കൊടുക്കാൻ എനിക്ക് സമയമുണ്ടല്ലോ, ആ ഒരു സമയം ഉപയോഗിച്ച് എനിക്ക് വേറെ ഗുഡ്സ് മേടിക്കാം, വേറെ എന്തൊക്കെ ചെയ്യാം ആ പൈസ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിനകത്ത്. ഇപ്പോൾ നിങ്ങളതൊന്നും ആലോചിക്കേണ്ട, അതൊരു എഫിഷ്യൻറ്റ് രീതി അങ്ങനെയാണെന്നാണ് പറഞ്ഞത്, അങ്ങനെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട. ഇനി ഇതിൻ്റെ ഫോമുല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേയ്സ് ഇൻവെൻട്രി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ DI നമ്മുടെ ഇൻവെൻട്രി ടേൺ ഓവറിൻ്റെ ഇത് അല്ലേ, DIO പ്ലസ് മറ്റേ അക്കൗണ്ട് റിസീവബിളിൻ്റെ എത്ര ഡേയ്സ് എടുക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് DSO മൈനസ് DPO ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ APTR അല്ലേ, അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ. അതിൻ്റെ ഡേയ്സ് കണ്ടില്ല, എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ പൈസ കൊടുത്തു വിടുന്നത്, ഇത്രയേ ഉള്ളൂ. അത് മൈനസ് ചെയ്യും. അപ്പം ചെയ്യുമ്പോൾ എന്താ, ഇൻവെൻട്രി എത്ര വെച്ചാൽ ഇൻവെൻട്രി എന്താണ് ഇത് എന്തുകൊണ്ട് കുറയ്ക്കാൻ കാരണം, നമുക്ക് ആ ഒരു ക്രെഡിറ്റ് പീരീഡാണ്. അപ്പോൾ നമ്മളിത് കുറയ്ക്കും. എന്ത് ചെയ്യും, നമ്മൾ DIO ഇൻവെൻട്രി ഇവിടെ ഇട്ടു, ഇൻവെൻട്രി പ്ലസ് സെയിൽസ് നടത്തി പൈസ കിട്ടി മൈനസ് ആ പുള്ളിക്കാരൻ നമ്മൾ പൈസ കൊടുക്കുമല്ലേ. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ചാൽ മതി, പുള്ളിക്കാരൻ നമ്മൾ പൈസ കൊടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് അത് മൈനസ് ചെയ്തു, അക്കൗണ്ട്സ് പേയബിൾ മൈനസ് വന്നു. അത് എത്ര സമയം എടുത്തു, ഇല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് വിളിച്ചാൽ മതി. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം ആദ്യം, ക്യാഷ് കൺവേർഷൻ സൈക്കിളിൻ്റെ അല്ലേ. വായിച്ച ക്വസ്റ്റ്യൻ എന്താ, ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നത് ഒരു സെക്കൻഡ്. ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നത് എഫിഷ്യൻറ്റ് മാനുഫാക്ചേഴ്സ് എയിംസ് ഫോർ എ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആൻഡ് ദർ DIO ആൻഡ് DPO ഈസ് 75, മറ്റേ 50-75. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇതാണ്.
വാട്ട് ഷുഡ് ബി ദർ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ എന്താണ് ടു ബി ഏബിൾ ടു അച്ചീവ് ദ ടാർഗറ്റ് അല്ലേ, എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാൻ എന്താ അറിയാം, നമുക്ക് ആദ്യം ക്യാഷ്, ഒരു മിനിറ്റ് കളർ മാറ്റിക്കോട്ടെ, യെസ്, നമുക്ക് ക്യാഷ് കൺവേർഷൻ ഇത് തന്നിട്ടുണ്ട് അല്ലേ, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. DI നമുക്ക് ആ ഫോർമുല ആദ്യം, DIO പ്ലസ് അല്ലേ DSO മൈനസ് DPO. എന്താണ് ഇത് ഡേയ്സ് ഇൻവെൻട്രി ഔട്ട്സ്റ്റാൻഡിങ്, ഇത് ITRൻ്റെ ഒരു മിനിറ്റ് വെച്ച് ഡാർക്ക്നെസ് കൂടിയെന്ന് തോന്നുന്നുണ്ട്. ഡാർക്ക്നെസ് പേന പോയോ, ഓക്കെ, ഇപ്പോൾ ഓക്കെ, യെസ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് നമുക്ക് എന്തായിരുന്നു ARTRൻ്റെ ഡേയ്സ് കാണുന്നതായിരുന്നു, ഇതെന്തായിരുന്നു APTRൻ്റെ അല്ലേ, ഡേയ്സ് പേബിൾ ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ നമുക്ക് തന്ന ഡേറ്റ വെച്ച് നമുക്ക് എന്താണ് അക്കൗണ്ട് റിസീവബിൾ കാണണം അല്ലേ, അക്കൗണ്ട് റിസീവബിൾ കാണണമെങ്കിൽ ഇത് ATRൻ്റെ ഇത് ഇട്ടാലേ കാണാൻ പറ്റത്തുള്ളൂ, ATR കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുള്ളൂ നോക്കാം. നമുക്കിവിടെ ഫോർമുല എഴുതുക, 30 DIO എത്രയാണ് 50 DIO എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതല്ലേ, ഇൻവെൻട്രിയുടെ ഇത് 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. DSO തന്നിട്ടില്ല അല്ലേ, നമുക്ക് പിന്നെ എന്താ DPO തന്നിട്ടുണ്ട്, DPO 75 ആണ് തന്നിട്ടുണ്ട്. ഇത്ര ആലോചിച്ചാൽ പോരെ, ഇതിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് ഇത് വന്നതെന്ന് അല്ലേ, ഇതിൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴല്ലേ ഇത് വന്നത്, ഇതിൻ്റെ കൂടെ എത്ര കുറച്ചപ്പോഴല്ലേ വന്നത് ഈ 30 വരണമെങ്കിൽ. അപ്പോൾ തിരിച്ചാലോചിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിത് മാത്സ് വെച്ച് ഇത് എങ്ങനെ ചെയ്യും പറ. കറക്റ്റ് ഇത് 30 വരണമെങ്കിൽ ഇവിടെ എത്ര വന്നിരുന്നെങ്കിലായിരുന്നു ഇവിടെ 30 വരുന്നത് പറ, ആലോചിച്ച് നോക്ക്. ഇത് നേരെ ഇപ്പുറത്തോട്ട് പോവുക, ഏത് ഈ 45 നേരെ ഇപ്പുറത്തോട്ട് പോകും, ഈ മൈനസ് അല്ലേ, ഇപ്പുറത്തോട്ട് പോയാൽ പ്ലസ് ആയില്ലേ, എത്ര വരും 75 അല്ലേ, 75 ഡേയ്സ് ആയി, 50 + X അല്ലേ. ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ പാടുണ്ടോ, X എന്താണ്, പുറത്ത് പോയി മൈനസ് ചെയ്യുമ്പോൾ 75 - 50 ചെയ്യുമ്പോൾ എത്ര വന്നു, 25 വന്നില്ലേ, X 25 അല്ലേ, X 25 ആണ്. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി, ഇതിങ്ങനെ ചെയ്യാം, നമുക്കിങ്ങനെ ന്യൂമറിക്കലി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ X എന്തായിരുന്നു, DSO അല്ലേ, DSO എന്താണ്, ഡേയ്സ് സെയിൽസ് അല്ലേ ഔട്ട്സ്റ്റാൻഡിങ്. ഇത് നമ്മുടെ ARTRൻ്റെ ഭാഗമാണ്. ARTRൻ്റെ ഒരെണ്ണം കിട്ടി, ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. നമ്മുടെ ചെയ്യുന്ന ആവറേജ് കണ്ടുപിടിക്കാനാണ് അല്ലേ, ARTRൻ്റെ ഒരെണ്ണം കിട്ടി. ARTRൻ്റെ ഒരെണ്ണം കിട്ടി, എന്താണ് DSO നമുക്ക് ഇത്രയാണെന്ന് കിട്ടി അല്ലേ. അപ്പം DSO നമുക്ക് ആ ഫോർമുല എഴുതാം ആദ്യം, DSO അല്ലേ, DSOൻ്റെ ഫോർമുല എന്താണ്, 365 ഡിവൈഡഡ് ബൈ എന്തായിരുന്നു ARTR. ഇപ്പോൾ DSO ഈ കേസിൽ എത്രയാണ് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 365 ഇത് ARTR അല്ലേ, ARTR എത്രയാണ് കണ്ടുപിടിച്ചേ, എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ കേസിൽ, എന്താ ചെയ്യേണ്ടത് ചേച്ചി ആലോചിക്കുക പറ, എത്ര ആയിരിക്കണം ARTR, കൂട്ടിയോ, പറയൂ. അപ്പം ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ട് പോവും, ഇത് ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ ARTR എത്ര വന്നു, നമുക്ക് 14.6 വന്നു ടൈംസ് അല്ലേ, 14.6 ടൈംസ് വന്നു. നമുക്ക് വേണമെങ്കിൽ 15 ടൈംസ് റൗണ്ട് ചെയ്യാം, നിയറസ്റ്റ് അല്ലേ, ടൈംസ് അല്ലേ, ഒരിക്കലും 9.5 10.5 എന്ന് വരത്തില്ലല്ലോ. കൊടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ടായിരിക്കും കൊടുക്കുന്നത്, 9.5 കഷ്ണം കൊടുത്തു ഇല്ലെങ്കിൽ 10.5 കഷ്ണം കൊടുത്തു എന്ന് പറയത്തില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് കൊടുക്കുന്നത് ടൈംസിലാണ്ട് അങ്ങനെ എടുക്കുക. ഏറ്റവും ബെസ്റ്റ് ഹൈ ഏതാണോ അതിലോട്ട് റൗണ്ട് ചെയ്യുക. അപ്പോൾ ഇനി ARTRും കിട്ടി അല്ലേ, ARTR കിട്ടി. ഇനി എന്താണ് കുഴപ്പം, പാടുണ്ടോ, ഇല്ലല്ലോ. നമുക്ക് ARTRൻ്റെ ഫോർമുല എഴുതാം, തിരിഞ്ഞു പോവുക. നമ്മൾ നേരത്തെ നല്ല വഴി വന്നുകൊണ്ടിരുന്നത് നമ്മൾ തിരിഞ്ഞു വന്നു. ഇപ്പം നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട് അല്ലേ, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, ആവറേജ് അക്കൗണ്ട്സ് പേയബിളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും,
കളർ മാറ്റാം, അങ്ങോട്ട് പോലെ. ഈ ഒരു കേസിൽ നമ്മളോട് പറഞ്ഞ എത്രയാണ്, നമുക്ക് 15 ഉണ്ടോ അല്ലേ, ARTR 15 ഉണ്ട്. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എത്രയുണ്ട്, 1 lakh അല്ലേ, 1 lakh എന്ന് 1.5 million ഉണ്ട്. ഇത് നമുക്ക് അറിയത്തില്ല, എക്സ് എന്നിടാം. ഇതെങ്ങോട്ടും ഇതിങ്ങോട്ടും ക്രോസ് പോകും അല്ലേ, ഇത് ഇങ്ങോട്ടും പോകും ഇത് ഇങ്ങോട്ടും പോകും. ചെയ്ത് എത്ര കിട്ടും ഡിവൈഡഡ് ബൈ 15 വെട്ടിയില്ലേ, എത്ര കിട്ടി 1 million. 1 million അല്ലേ കിട്ടിയേ, 1 million കിട്ടി. അപ്പം ഇതിൻ്റെ ആൻസർ 0 കുറഞ്ഞു പോയി, 1 കുറഞ്ഞു പോയി, 1 million. ഇതിൻ്റെ ആൻസർ എത്രയാണ്, ആവറേജ് അക്കൗണ്ട് റിസീവബിൾ എത്രയാണ്, 1 million. ആ ഒരു ക്യാഷ് കൺവേർഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ എത്രയായിരിക്കണം, 1 million ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇത് ഇച്ചിരി സമയം എടുത്തു, ഇച്ചിരി അങ്ങോട്ട് പോകും. പക്ഷേ പെട്ടെന്ന് നമ്മൾ 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഡയറക്റ്റ് നമുക്ക് ഇപ്പം നിങ്ങളെ കാണിച്ചു തരേണ്ടതാണ് സ്റ്റെപ്സ് ചെയ്തിട്ട് വന്നില്ല. ഈ സ്റ്റെപ്സ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് സ്പീഡ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് ചെയ്തു. ഇത് കഴിവതും സ്റ്റെപ്സ് അവോയ്ഡ് ചെയ്ത് പൊക്കോ, അതായിരിക്കും നല്ലത്. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ടി ഇത് നോക്കട്ടെ, ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. ഇത് നമ്മളിപ്പോൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ അല്ലേ, ഒരു വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, നമുക്കിത് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ചെയ്ത് നോക്കുക, ഹോംവർക്ക് വരാം വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ലൈവ്. എത്ര പേർക്ക് കിട്ടിയാൽ നമുക്ക് നോക്കാം. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഇതൊന്ന് ചെയ്ത് നോക്കും. ഇനി അടുത്തത് വരുന്നത് എന്താണ്, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇതിൻ്റെ പേര് തന്നെ ഉണ്ടല്ലോ, ടോട്ടൽ അസറ്റ് ഇപ്പോൾ എന്തായാലും താഴെ വരും, ടേൺ ഓവർ അല്ലേ സെയിൽസ്. ടേൺ ഓവർ എന്താ, സെയിൽസ്. അസറ്റ് താഴെ, ടേൺ ഓവർ സെയിൽസ്. അപ്പോൾ ഇതെന്തിനാണ് നോക്കുന്നത് നോക്കാം കേട്ടോ. അപ്പം ഇത് നോക്കുന്നത് എന്താണ്, the total asset turnover ratio is an efficiency ratio that measures how efficiently a company is using its assets to generate sales revenue. ഒരു കമ്പനി എത്രമാത്രം അതിൻ്റെ അസറ്റ്സ് ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ആ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, ആ ഒരു എഫിഷ്യൻസി നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഈ റേഷ്യോ. ഇതിൽ തന്നെ കണ്ടറിയാം നമ്മൾ അസറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം നമ്മൾ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. In simple term, it tells you how many rupees in sales a company generate for every rupee it is invested in its asset. നമ്മൾ 1 രൂപ നമ്മൾ അസറ്റ്സിലിടുമ്പം അതിനെ സംബന്ധിച്ച് എത്ര രൂപ നമ്മൾ സെയിൽസ് ഉണ്ടാക്കുന്നുണ്ട്. 1 രൂപ നമ്മൾ അസറ്റ്സിൽ കൊണ്ടിടുമ്പോൾ അതിൽ നിന്ന് ആ 1 രൂപയിൽ നിന്ന് എത്ര ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഈ റേഷ്യോ മെഷർ ചെയ്യുന്നത്. പിന്നെ ഫോമിൽ എന്താ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്താണ്, പേര് തന്നെയുണ്ട്, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇത്ര അല്ല ഞാൻ പഠിക്കുന്ന ഇങ്ങനെയായിരുന്നു, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ ആണെങ്കിൽ മേളിലോട്ടായിരിക്കും. ഓക്കെ, ടേൺ ഓവർ സെയിൽസ് ടേൺ ഓവർ സെയിൽസ്. ഓക്കെ, ടേൺ റൗണ്ട് അല്ലെങ്കിൽ ടേൺ ഓവർ മേളിൽ, ടേൺ ഓവർ ഡിവൈഡ് ബൈ അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ്സ്. ഇതാണ് ഇതിൻ്റെ ഫോർമുല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ ഇതും ഫിക്സഡ് ടേൺ ഓവർ റേഷ്യോയും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഈ റേഷ്യോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. പറയാൻ പറ്റത്തില്ല, ചോദിക്കാൻ ചിലപ്പോൾ. അപ്പോൾ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് എ മോർ സ്പെസിഫിക് turnover ratio rather than total asset turnover ratio. It focuses solely on how efficiently a company uses its fixed assets. നേരത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തത്, ടോട്ടൽ അസറ്റ്സിനെ വെച്ച്. അപ്പോൾ അതിനകത്ത് ഫിക്സഡും ഉണ്ട് കറണ്ട് അസറ്റും ഉണ്ട് അല്ലേ. കമ്പനിയുടെ കറണ്ട് അസറ്റും കമ്പനിയുടെ ഇല്ലാത്ത നോൺ കറണ്ട് അസറ്റ്സും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്, എത്ര ശതമാനമാണ് നമ്മൾ അതിൻ്റെ ടോട്ടൽ അസറ്റ്സിൽ നിന്ന് എത്ര ശതമാനം നമ്മൾ റവന്യൂ ഉണ്ടാക്കി നമ്മൾ കണ്ടെത്തി. അതേപോലെ ഇത് വരുമ്പോൾ ഫിക്സഡ്, ഇതിനകത്ത് കറണ്ട് അസറ്റ്സിനെ ഒഴിവാക്കി ഫിക്സഡ് അസറ്റ്സിനെ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല മറ്റേതുപോലെ തന്നെയാണ്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്താണ്, ടേൺ ഓവർ എന്താ, സെയിൽസ്, നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ ഫിക്സഡ് അസറ്റ്സ്. ഇത് ഒന്നാലോചിച്ച് ആവറേജ് നെറ്റ് ഫിക്സഡ് അസറ്റ്സ്, ഇതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി ഈ ഒരു ഫോർമുല.
വേണമെങ്കിൽ യെസ് വി ക്യാൻ ഡു ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ഒരു കേസിൽ എന്താണ് ആൽഫ മാനുഫാക്ചറിങ് റിപ്പോർട്ടഡ് ദ ഫോളോയിങ് ഫിഗേഴ്സ്. നെറ്റ് സെയിൽസ് ഫോർ ദ ഇയർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, അസസ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയെന്ന്. ഇതൊക്കെ ഭയങ്കര ഇപ്പോൾ ഫോമിൽ നമ്മൾ ആദ്യം എഴുതുക അല്ലേ. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ അല്ലേ, ടേൺ ഓവർ റേഷ്യോ. എന്താണ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ? മേളിൽ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ എന്താണ്? ആവറേജ് ടോട്ടൽ അസറ്റ്സ്. ഈ കേസ് എത്ര വരും? നെറ്റ് സെയിൽസ് ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ലേ, 7.5 മില്യൺ ഡിവൈഡഡ് ബൈ ആവറേജ്. ഓപ്പണിങ് തന്നിട്ടുണ്ട്, ക്ലോസിങ് തന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെ എടുക്കും അപ്പം? ആവറേജ് എടുക്കുക. 4 മില്യൺ അല്ലേ, സോറി മൈ ബാഡ്. ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കി എത്ര കിട്ടുന്ന? ഇത് താഴെ 3.5 വരും അല്ലേ. 7.5 ഡിവൈഡഡ് ബൈ 3.5 2.14 അല്ലേ. ടൈംസ് എത്ര ടൈംസ് ചെയ്താൽ മാർക്കല്ലേ. 7 ഡിവൈഡ് ബൈ 3.5 7.5 ഡിവൈഡ് ബൈ 3.5. യെസ്. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ടോട്ടൽ അസറ്റ്സിൻ്റെ ഇല്ലെങ്കിൽ 1 രൂപ അസറ്റ്സ് എടുക്കുമ്പോൾ അല്ലേ, 1 രൂപയുടെ അസറ്റിൽ നിന്ന് നമ്മൾ എത്രയാണ് 2.14 രൂപ ഉണ്ടാക്കുന്നുണ്ട്. 1 രൂപ അസറ്റ്സിൻ്റെ 2.14 രൂപ നമ്മൾ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. അസറ്റ്സ് 1 രൂപ എടുക്കുമ്പോൾ എന്താണ്? 2.14 റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. ടൈംസ് അതാണ് ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. ഓക്കെ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ബി സർവീസസ് ലിമിറ്റഡ് ഹാസ് ആൻ ആവറേജ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് ടോട്ടൽ അസറ്റ്സ് വന്നിട്ടുണ്ട്. ദെയർ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് 3.5. കാൽക്കുലേറ്റ് നെറ്റ് സെയിൽസ് ജനറേറ്റർ. ഇത് നമ്മളുണ്ടോ ഏതെങ്കിലും ഒരു മിസ്സിംഗ് ഫിഗർ ആണ്. ഇതൊരു മിസ്സിംഗ് ഫിഗർ കേസാണിത്. വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസിൽ മിസ്സിംഗ് ഫിഗർ കേസാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതെന്നറിയോ, ചിലപ്പോൾ അങ്ങോട്ട് അറിയാത്തവരോടാണ്, അല്ലെങ്കിൽ അറിഞ്ഞാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്നറിയോ? നേരെ ARTR എന്ന് എഴുതിയിട്ട് ടോട്ടൽ അസറ്റ് നമ്മൾ ആ ഫോമിൽ ആദ്യം എഴുതി വെച്ചോ. എന്താണ്? നെറ്റ് സെയിൽസ് അല്ലേ. നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ്സ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് കണ്ടുപിടിക്കാൻ? ഈ ഒരു സാധനം നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ. നമുക്ക് തന്നിരിക്കുന്ന ഫോമിൽ ഇത് വെച്ച് 3.5 എന്താണ്? ARTR എന്ന് പറഞ്ഞു. ഇനി ആവറേജ് ടോട്ടൽ റിസീവ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. കണ്ടുപിടിച്ചേ. എത്രയാണ്? എത്ര വന്നപ്പോൾ ഇത് ഇങ്ങോട്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ആവും. അപ്പോൾ ആൻസർ എത്ര വരും? അല്ലേ 3.8. അതെ 3.8 വരും. 5 കറക്റ്റ്. അപ്പോൾ 2.8 മില്യൺ ആണ് എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇതിൻ്റെ നെറ്റ് സെയിൽസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, എളുപ്പമല്ലായിരുന്നോ? ഇതൊരു ഫിക്സഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. എപ്പോഴും ഫോമിൽ ആദ്യം എഴുതി വെക്കും അല്ലേ. ടോട്ടൽ ഫിക്സഡ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു എന്തായിരുന്നു? മേളിൽ ടേൺ ഓവർ ആയതുകൊണ്ട് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ എന്താണ് അടുത്ത്? ആവറേജ് ടോട്ടൽ ഫിക്സഡ് അസറ്റ് അല്ലേ. അപ്പോൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നെറ്റ് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഫിക്സഡ് അസറ്റ്. ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, ആക്ച്വലി അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട്. അക്യുമുലേറ്റഡ് തന്നിട്ടുണ്ട്, ഗ്രോസ് ഫിക്സഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഡിപ്രിസിയേഷൻ ഈ ഫിക്സഡുമായിട്ട് കുറച്ചിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളത് കുറച്ചെടുക്കണം. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ കുറച്ചെടുക്കണം. അപ്പോൾ ആദ്യം നെറ്റ് സെയിൽസ് നമുക്കിവിടെ എഴുതി വെച്ചേക്കാം. ഒരു 0 ഉണ്ടല്ലേ, 8 മില്യൺ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ? ബിഗിനിങ്ങിൻ്റെ നമുക്ക് നെറ്റ് അറിയണം. ബിഗിനിങ് നെറ്റ് ഫിക്സഡ് അല്ലേ. നെറ്റ് ഫിക്സഡ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഇത്രയും 4 മില്യണിൽ നിന്ന് ഈ 1 മില്യൺ കുറയ്ക്കും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇപ്പോൾ
നമ്മൾ നമ്മുടെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ കുറച്ചു 3 മില്യൺ ഓപ്പണിംഗ് കിട്ടി. അതേ രീതിയിൽ ക്ലോസിങ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180, 370 അല്ലേ? ക്ലോസിങ് ചെയ്യുമ്പോൾ അതേ രീതി ക്ലോസിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 370 അല്ലേ 3.7 മില്യൺ കിട്ടും. ഇനി നമുക്ക് ചെയ്യാലോ, ചെയ്തേ. 3 മില്യൺ പ്ലസ് 3.7 മില്യൺ ഡിവൈഡ് ബൈ 2 എത്ര വരും? 300 പ്ലസ് 370 ഡിവൈഡ് ബൈ 2, 335. കിട്ടിയോ? ഡിവൈഡ് ബൈ 350 മില്യൺ അല്ലേ? സോറി, മൈ ബാഡ്. എത്ര വരും ആൻസർ? 2.38 ടൈംസ്, അഥവാ 3 ടൈംസ്. അപ്പം ഇതാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ്സും കൊണ്ട് നമ്മൾ ഇത്ര എന്ന് വെച്ചാൽ 1 രൂപ ഫിക്സഡ് അസറ്റിൽ ഇടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എത്ര റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്? 3 ഇരട്ടി അല്ലെങ്കിൽ 3 രൂപ നമ്മൾ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. 3 ടൈംസ് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതാണ് ആക്ടിവിറ്റി റേഷ്യോസിൻ്റെ ഫുള്ളൊരു ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്ത് നമ്മൾ ഫുള്ളും. ഓക്കെ, സോ താങ്ക് യു.